ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ്. അപ്പോൾ ദുബായിൽ ചെന്നപ്പോൾ നമ്മൾ ഒരു ദിവസം നൈറ്റ് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളാണ് ഈ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയത് ദുബായിലുള്ള അൽകുദ്രയിലുള്ള എക്സ്പോ ലേക്കിലോട്ടാണ്. അപ്പോൾ ആ ഏരിയയിൽ എത്തിയാൽ ദുബായിലുള്ളവർക്കറിയാം ഒരു പമ്പ് ഉണ്ട്. അപ്പോൾ പമ്പിൽ കയറിയിട്ട് നമ്മളൊരു ഷാർജയിൽ നിന്ന് വന്ന കാരണം 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ പമ്പിൽ കയറി ഒന്ന് റിഫ്രഷ് ആവാം, എന്തെങ്കിലും സ്നാക്സ് ഒക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ഇനി അവിടെ ചെന്നിട്ട് ഗ്രില്ലൊക്കെ ചെയ്ത് കിട്ടിയിട്ട് വേണ്ട ഫുഡ് കഴിക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പമ്പിൽ കയറിയിട്ട് ചെറുതായിട്ട് സ്നാക്സും കോഫിയും ഇതൊക്കെ കഴിച്ചത്. അപ്പോൾ ഇത് അൽകുദ്രയിലോട്ട് പോകുന്ന വഴിയാണ്. അത് ഭയങ്കര റഫ് റോഡാണ്. രണ്ട് സൈഡും വെളിച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഹെഡ്ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ട് വേണം പോകണം. അവിടെ ചെന്നപ്പോൾ ഓൾറെഡി നമ്മുടെ ഫാമിലീസ് എല്ലാം ഗ്രില്ലിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു ലാസ്റ്റ് ആയിട്ട് എത്തിയത്. അപ്പോൾ അവർ തീയൊക്കെ കത്തിച്ചിട്ട് ക്യാമ്പ് ഫയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു. ഒരുപാട് നമ്മളുടെ ഫാമിലീസും എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ ഫാമിലിയും എൻ്റെ അനിയത്തിമാരും സിസ്റ്റേഴ്സും ബ്രദേഴ്സും അവരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കുട്ടികളും. അവരെല്ലാം കൂടി നല്ല ഇതായിരുന്നു. പക്ഷെ അത്രയും തണുപ്പുണ്ടായിരുന്നു ചോദിച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തണുപ്പൊക്കെ വന്നപ്പോൾ സ്വെറ്ററും കാര്യങ്ങളും ഒക്കെ നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊരു തടാകത്തിന്റെ അടുത്താണ്, എക്സ്പോ ലേക്കിന്റെ അടുത്താണ് നമ്മൾ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഈ തീ കത്തിച്ച കാരണം കൊണ്ട് തന്നെ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. മണ്ണിലാണ് നമ്മൾ തീ കത്തിക്കാൻ പാടുള്ളൂ, പുല്ലിൽ ഒരിക്കലും തീ കത്തിക്കാൻ പാടില്ല. ഇത് ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ ബാർബിക്യൂന് വേണ്ടിയിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എക്സ്പോ ലേക്ക് എല്ലാവർക്കും അറിയാം. ഷാർജയിൽ നിന്ന് വരുന്നവർക്ക് 1.5 മണിക്കൂർ എങ്ങനെയും ഡ്രൈവ് ഉണ്ട്. പിന്നെ ആ പമ്പിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പമ്പിൻ്റെ അവിടെ നമ്മൾ ഒരു 10-25 മിനിറ്റ് വീണ്ടും ഡ്രൈവ് ചെയ്യാൻ. റഫ് റോഡാണ്. അപ്പോൾ വലിയ വണ്ടിയുള്ളവർക്ക് സുഖമായിട്ട് വരാം, ചെറിയ വണ്ടിയുള്ളവർക്ക് സൂക്ഷിച്ച് വരിക. വെളിച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരു 6 മണിക്കൊക്കെ അവിടെ എത്തിയിട്ട് ക്യാമ്പിങ് തുടങ്ങിയിട്ട് രാവിലെ പുലർച്ചെ സൺറൈസ് കണ്ടിട്ട് പോവാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങളുടെ ഇരിക്കുന്ന ബാക്ക് സൈഡിൽ നിന്ന് വലിയൊരു വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ലൈറ്റ് ഷോ പോലത്തെ ഒരു വെളിച്ചം, അങ്ങനെ നല്ല ഭംഗിയായിരുന്നു. ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ നേരം നമ്മൾ ഉറങ്ങാതെ ഗ്രില്ലൊക്കെ ചെയ്തിട്ട് ചിക്കനും മീനും എല്ലാം ഉണ്ടായത്. കുറേ നേരം ഉറങ്ങാതെ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കാത്തിരുന്നു. അങ്ങനെ ലാസ്റ്റ് രാവിലെ ആയപ്പോൾ ചെറുതായിട്ട് വെളിച്ചം വരാൻ തുടങ്ങി. അപ്പോൾ ഉള്ള കാഴ്ചകളാണ്. ചെറുതായിട്ട് അത്യാവശ്യം വെളിച്ചം വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഉള്ള കാഴ്ചകളാണ്. സത്യം പറഞ്ഞാൽ രാത്രി 1 മണി 2 മണി എത്തിയപ്പോൾ ഇതൊന്നും ഇവിടെ എന്താണെന്ന് പോലും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ പിന്നെ ഇവിടെ ബാത്റൂമും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു വറീസ് വേണ്ട, നല്ല വൃത്തിയിൽ ബാത്റൂമും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വെളിച്ചം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മിഡ് നൈറ്റിനൊക്കെ തങ്ങാൻ വരികയാണെന്നുണ്ടെങ്കിൽ കൂടെ വെളിച്ചം കൊണ്ടുവരിക. ചാർജ് ചെയ്തിട്ടുള്ള ലൈറ്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് കുത്തിയിട്ടുള്ള ലൈറ്റ്സോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്പോൾ ഇതാണ് എക്സ്പോ ലേക്ക്. എക്സ്പോ ലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചൊരു തടാകമാണ്. അതായത് നാച്ചുറൽ അല്ല, പക്ഷെ നമുക്ക് കണ്ട നാച്ചുറൽ ആയിട്ട് തോന്നും. പക്ഷെ വെള്ളത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അതിലൊരു ബ്ലാക്ക് ഷീറ്റ് പോലെ വെച്ചിട്ട് അതിന്റെ മുകളിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫ്ലോ ഇല്ലട്ടെ ഈ വെള്ളം. പിന്നെ അവർ വെള്ളം ക്ലീൻ ആക്കുന്നുണ്ടാവും എന്തായാലും. അപ്പോൾ ഇതിന്റെ ബാക്കിലൊക്കെ നല്ല ഗ്രീനറിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും ലവിന്റെ ഷേപ്പിലാണ് ഈ ഇത് ഉണ്ടാക്കി വെച്ചിട്ട്. ഇത് നമുക്ക് അറിയാം ലവിന്റെ ഷേപ്പിലാണെന്ന് അറിയുന്നെങ്കിൽ ഏരിയയിൽ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഉള്ള വ്യൂ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാലാണ് ഇത് കാണുക. അപ്പോൾ രാവിലെ എനിക്ക് നിറച്ച് ഞങ്ങളുടെ അയൽവാസികളൊക്കെ ആയിട്ട് കുറേ ടെന്റ് ഏരിയയിൽ കുറേ ആളുകളുണ്ട്. കുട്ടികളൊക്കെ രാവിലെ ഓടി കളിക്കുന്നത്. നല്ലൊരു എന്താ പറയാ, പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ നവംബറിലാണ് പോയത്. നവംബർ ഒരു 20-ാം തീയതി 21-ാം തീയതി ആയിട്ടാവും പോയിട്ടുണ്ടാവുക. അപ്പൊ തന്നെ തണുപ്പാണ്. പിന്നെ ഡിസംബറിന്റെ കാര്യം പറയാനില്ല, അത്രയും തണുപ്പാകും. അപ്പൊ ഞാൻ രാവിലെ എണീറ്റിട്ട് ഈ ഏരിയ ഒക്കെ മൊത്തം കാണാമെന്ന് വിചാരിച്ച് മോളെ കുട്ടിയൊക്കെ നടന്ന് ഒരുപാട് കണ്ടു. ബാക്കിയുള്ളവരൊക്കെ പോകാനുള്ള തിരക്കിലായിരുന്നു. ഞാൻ എന്തായാലും വിചാരിച്ചു ഇതൊക്കെ കണ്ടിട്ടൊന്ന് പോവാന്നുള്ളത്. അപ്പൊ പോകുമ്പോൾ അവിടെ ഒരു തടാകത്തിന്റെ നടുവിലൂടെ നമുക്ക് നടക്കാനുള്ള ഒരു പാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മാൻമെയ്ഡ് ആണ് കേട്ടോ. ദൂരത്തുനിന്ന് കാണുമ്പോൾ ഇത് ഒരിക്കലും ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആണ്. ദൂരത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ മാൻമെയ്ഡ് ഒറിജിനൽ ആണെന്ന് വിചാരിക്കും ദൂരത്തുനിന്ന് കാണുമ്പോൾ. പിന്നെ അടുത്തെത്തിയിട്ട് ആ വെള്ളത്തിന്റെ താഴെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു കറുത്ത ഷീറ്റ് എന്തോ താഴെ വെച്ചിട്ട് അതിന്റെ മുകളിൽ മണലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. നമുക്ക് ഇതിനുള്ളിൽ കാല് വെച്ച് വലിയ ആഴല്ല കേട്ടോ, തീരെ ആഴല്ല. ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഒറിജിനൽ അല്ല. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. വെൽ ക്ലീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവര്. അപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പറയുന്ന ഏരിയയിൽ മാത്രം നിങ്ങൾ പിന്നെ ബാർബിക്യൂ ചെയ്യാൻ ശ്രമിക്കും. ഒരുപാട് പേർക്ക് അറിയാം, ഒരുപാട് ആളുകൾ പിന്നെ ഈ പറയുന്ന വിന്റർ സീസണിൽ ഇവിടെയാണ് ബാർബിക്യൂ ചെയ്യാൻ വരിക. നമുക്കറിയാം കുഞ്ഞു കുഞ്ഞു ഫ്ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ ലൈറ്റ് കൊണ്ടുവരണം. ലൈറ്റ് മസ്റ്റാണ്. ബാറ്ററി ചെയ്തിട്ടുള്ള ലൈറ്റ് ആണെങ്കിൽ പോലും കാറിന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ലൈറ്റ് കൊണ്ടുവരാം. ഒരു തുള്ളി വെളിച്ചം ഉണ്ടാവില്ല, പക്ഷെ ബാത്റൂം സൗകര്യങ്ങളുണ്ട്. ഇതിന് പല ഏരിയകളുണ്ട്. അവിടെയൊക്കെ ചിലപ്പോൾ ബാത്റൂം ഉണ്ടാവില്ലായിരിക്കാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വന്ന ഏരിയയിൽ ബാത്റൂം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ടെന്റൊക്കെ മടക്കി തിരിച്ച് പോവാണ്. അപ്പോൾ ഡെസേർട്ടിലൂടെ തന്നെ പോവാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിയിലൂടെ തിരിച്ചു പോവാണ്. അപ്പോൾ വന്ന വഴി ഇപ്പോഴാണ് പകലാണ് നന്നായിട്ട് കാണുന്നത്. ഭയങ്കര ഡെസേർട്ടാണ്, രണ്ട് ഭാഗത്തും ഡെസേർട്ട്. സൺറൈസ് കറക്റ്റ് കാണാൻ പറ്റിയ റഫ് റോഡാണ്.
അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ബാർബിക്യൂ ഈവനിങ് ആയിരുന്നു, വളരെ ഇഷ്ടമായി. അപ്പോൾ പോകാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പോവാം. ദുബായിലത്തെ ഒരു ബെസ്റ്റ് ബാർബിക്യൂ ഡെസ്റ്റിനേഷൻ ആണ്. അവരതുപോലെ തന്നെ ആ നേച്ചർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ വെൽ മെയിൻറ്റെയിൻ ആണ്, പക്ഷെ നന്നായിട്ട് സേഫായിട്ട് ശ്രദ്ധിച്ചിട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.